യേശുവേ എൻ നാഥനേ. തുടങ്ങാം, 10 മണിക്ക് തുടങ്ങാമെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പം അങ്ങോട്ട് തുടങ്ങുക, അതോടൊപ്പം ആൾക്കാരൊക്കെ വരട്ടെ, അനുഗ്രഹം പ്രാപിക്കുന്നത് പ്രാപിക്കട്ടെ. എല്ലാം അവരുടെ ഇഷ്ടത്തിനും അവരുടെ സന്തോഷത്തിനും ആയിരിക്കണം. ഒന്നും തള്ളിക്കൊടുക്കാനോ ഒന്നും ചെയ്യുവാനേ ദൈവം അനുവദിക്കുന്നെങ്കിൽ അവർക്ക് കിട്ടട്ടെ. നമുക്ക് സന്തോഷമേ ഉള്ളൂ. ആ ഒരു രീതിയിലേക്ക് നമുക്ക് ദൈവത്തിന്റെ മുമ്പിലൊന്ന് സമർപ്പിക്കാം. കൺവെൻഷന്റെ 1-ാം ദിവസമായ ഇന്ന് സന്നിഹിതരായിട്ടുള്ള എല്ലാ ആരാധ്യ പാസ്റ്റർമാരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹാദരവ് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ വചനം ശ്രവിക്കുവാനും ദൈവേഷ്ടം പ്രവർത്തിപ്പാനും വന്നിരിക്കുന്ന ആരാധ്യരായ സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും സ്നേഹാദരം അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ഉദ്ഘാടനം പോലായി നമ്മൾ സന്തോഷമായി ദൈവസന്നിധിയിലേക്ക് അടുത്തിയിരിക്കുകയാണ്. ദൈവം നമുക്ക് മറുപടിയായി നന്മകൾ നൽകണം. നമ്മളൊന്നുകൊണ്ട് കുറഞ്ഞു പോകുവാനല്ല, നഷ്ടപ്പെട്ടു പോകാനല്ല. ദൈവത്തിന്റെ മുമ്പിൽ കുറഞ്ഞവരായിരിക്കാം, അതുകൊണ്ടായിരിക്കാം നമുക്ക് കുറവുകൾ വരുന്നത്. എന്നാൽ നമുക്ക് നന്മ ചെയ്തിട്ട് അവന്റെ ശരീരത്തിലേക്ക് വീണ്ടും നടത്തിയില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 വാക്യം വായിച്ച് ഒന്ന് ആരാധിക്കാം. യോഹന്നാൻ 14:1-5 വരെ. യോഹന്നാൻ 14:1-5 വരെ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ ഈ കൺവെൻഷൻ സന്തോഷത്തിനാക്കി തീർക്കണം കർത്താവേ. വരുവാനുള്ളവരെല്ലാത്രയും വേഗം വന്നിച്ചേർക്കും കർത്താവേ. അനുഗ്രഹം പകർന്ന് നിന്റെ നാമമഹത്വത്തിനാക്കി തീർക്കണമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങളുടെതായിട്ടും നിനക്ക് കഴിവില്ല കർത്താവേ. നിന്റെ കൃപ കൊണ്ടെന്ന് മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം ജനമാണ് കർത്താവേ. നന്മകളാൽ നിറയ്ക്കണം കർത്താവേ. പൈശാചിക ബന്ധനങ്ങളിൽ അലഞ്ഞ് നഷ്ടപ്പെട്ടു പോകാതെ കർത്താവേ നിന്നോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപതി ഞങ്ങൾക്ക് തന്നല്ല കർത്താവേ. നന്മയ്ക്കാക്കി തീർത്തതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളെല്ലാം നിന്റെ തിരുസന്നിധിയിലേക്ക് താഴ്ത്തി ആവശ്യമായ കൃപകളാൽ നിറയ്ക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഞങ്ങൾക്ക് ഉത്തരമല്ലാകണമേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാരോഹണത്തിനൊക്കെ മുൻപേ വേദനകളാലും മനുഷ്യനെ എത്രയും വേഗം നന്നാക്കണമെന്നുള്ള ആഗ്രഹത്താലും എല്ലാം ഇരിക്കുന്ന സമയത്ത് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ദൈവത്തിന് തന്നെ നമ്മൾ കലങ്ങിപ്പോകുന്നു എന്നൊരു തോന്നൽ വന്നിരിക്കുന്നു. ദൈവത്തിന് തന്നെ മനസ്സിലായി നമ്മൾ ആരും അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടല്ല, നമ്മളെല്ലാം മറച്ചു വെച്ച് നടക്കുന്നവരാ. ഇതെല്ലാം കണ്ടിട്ട് ദൈവത്തിന് മനസ്സലിഞ്ഞിട്ട് അവൻ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളാണിത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ വിഷമിക്കുകയും ഭാരപ്പെടുകയും ചെയ്യരുത്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാകുന്നു. എന്നാൽ കഴിയാത്ത ഒന്നുമില്ലാതെ നിങ്ങൾക്ക് വിശ്വാസം വരുത്തുക. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല എന്ന് വിശ്വസിക്കുക. ഇന്ന് നമ്മൾ ഈ സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ ഒരേ വാക്യം അതാണ്. നമ്മുടെ ഹൃദയം കലങ്ങി
തെറ്റായ രീതിയിൽ പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് എൻ്റെ ദൈവത്താൽ സകലവും സാധ്യമെന്നുള്ള ചിന്തയോടുകൂടി അവന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാനും അവനോട് ചേരുവാനുള്ള ഇടം തരുന്നതിന് വേണ്ടി നമുക്ക് അവനോട് പ്രാർത്ഥിക്കാം. അവൻ നമുക്ക് മുന്നമേ പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിപ്പിൻ. ഇന്നുകൊണ്ട് നമുക്കതനുസരിച്ച് കൂടാ. നമ്മുടെ അനുസരണം കുറവുകൊണ്ടാണ് നമുക്ക് ഈ കഷ്ടവും നഷ്ടവും സങ്കടവും എല്ലാം വരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്റെ പിതാ ഞാൻ വെറുതെ ഓടി വന്നവനൊന്നും അല്ല, എന്റെ ദൈവത്തിന് എല്ലാം കഴിയുന്നവനാണ്. ആ പിതാവിന്റെ മഹത്വവും ശക്തിയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെല്ലാം പറഞ്ഞിട്ടും ഇത്രയും പറഞ്ഞിട്ടും നമുക്ക് ചിന്തിക്കാനോ നമുക്കതിനോട് ചേരാനോ പറ്റാത്ത രീതിയിൽ ശത്രു നമ്മളെ അടക്കി വെച്ചിരിക്കുന്നു. ഈ സമയത്ത് വീണ്ടും നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്, നിങ്ങൾ കലങ്ങി നഷ്ടപ്പെട്ടു പോകരുതേ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, എനിക്ക് ഇഷ്ടംപോലെ അവിടെ ദൈവസ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്, സ്വർഗരാജ്യം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ആശിക്കുന്നതെല്ലാം നമുക്ക് കിട്ടാനും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാനുമാണ് നമ്മളിങ്ങനെ വരുന്നത്. ഈ വചനം കേട്ടിട്ട് അതനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നന്മയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. ആ ദൈവം നമുക്ക് കൂടെ ഇരുന്നെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളെ നേർവഴി നടത്തിയിട്ടും നമ്മൾ തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കും പോയി നഷ്ടവും കഷ്ടവും സഹിച്ച് നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കുക, കിട്ടുന്ന വചനങ്ങൾ കേട്ട്, ദൈവത്തിന്റെ വചനങ്ങൾ കേട്ട് അവനിലേക്ക് അടുത്തിയെല്ലുക, അവനെ ഹിതമാമണ്ണം ജീവിക്കുക. അവൻ പറയുന്നുണ്ട്, ഞാൻ പോയാലും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, നിങ്ങളുടെ ആത്മാവിനെ ഞാൻ ഇവിടെ വിടും, ഞാൻ വീണ്ടും തിരിച്ചു വരും. ഇതെല്ലാം പറഞ്ഞിട്ട് നമുക്കൊരു വിശ്വാസമില്ലാതെ നമ്മൾ ഇന്നും തെറ്റി ഓടി നഷ്ടപ്പെട്ട് അവിടെയുണ്ട് ഇവിടെയുണ്ട് ക്രിസ്തു എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നു. എന്നാൽ നമ്മുടെ ഇടയിലുണ്ട് ദൈവം എന്നുള്ള വിശ്വാസം ഇന്ന് നമുക്ക് വന്നിട്ടില്ല. അതൊന്ന് വളർത്തിയെടുക്കാതെ അത്രയേ നമ്മുടെ ആവശ്യം. ദൈവത്തെ മാനിക്കുക, ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കുക, അവന്റെ സന്നിധിയിലേക്ക് അടുത്തിയെല്ലുക. അവൻ നമ്മളെ കാക്കട്ടെ, കരുതട്ടെ. അവൻ നമ്മളെ കാക്കുന്നവനാണ്, കരുതുന്നവനാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ അവനിലേക്ക് അടുത്തിയെല്ലുക. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോവുകയും ചെയ്യും, ഞാൻ വരികയും ചെയ്യും, അവിടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് സ്ഥലം കാണുകയും ചെയ്യും. അവിടെ എന്റെ കൂടെ ഇരുത്തുമെന്നാ പറയുന്നത്, ഹൃദയക്കാരായിരുത്താനല്ല. മടകത്താവായ യേശു ക്രിസ്തുവിനെ നമ്മളെ അവന്റെ കൂടെ ഇരുത്തി കാക്കുന്നവനായ ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ അറിയുന്നില്ല, നമ്മൾ വിശ്വസിക്കുന്നില്ല, നമ്മളിൽ തെറ്റുകൾ വന്നു പോയിരിക്കുന്നു. വീണ്ടും കണ്ടിട്ട് വീണ്ടും യേശു നമ്മളോട് പറയുകയാണ്, എനിക്ക് 14:2 എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. പക്ഷെ നമ്മൾ എന്താണ് പറയുന്നത്? കർത്താവേ, നീ എവിടെ പോകുന്നു നിങ്ങൾക്ക് അറിയത്തില്ല, നീ നിന്റെ ഇഷ്ടത്തിനൊക്കെ പോകുന്നു, നീ വലിയവനാണ്, സത്യമാണ്. പക്ഷേ നീ പറയുന്നത് മുഴുവൻ അങ്ങോട്ട് വിശ്വസിച്ച് നിന്റെ പുറകെ വരുവാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലെന്നല്ല, പറ്റിയാലും അത് വിട്ടോടുന്ന ജനമാണ് ഇന്നത്തെ ജനം. നമ്മൾ ഇതിലേതാണ്? അവന്റെ വാക്കുകൾക്ക് വില കൊടുത്ത് ജീവിക്കുന്നവരോ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വില കൊടുത്ത് ജീവിക്കുന്നവരോ? നമ്മൾ തീരുമാനിക്കുക. ഇന്നത്തെ കൺവെൻഷൻ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു പ്രയോജനം ഇതായിത്തീരട്ടെ. ഞാൻ എൻ്റെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കും. അവൻ എനിക്ക് നന്മ ചെയ്യുന്നവനാണ്, അവൻ എനിക്ക് വേണ്ടിയിട്ട് വാസസ്ഥലം ഒരുക്കുന്നവനാണ്, സ്വർഗത്തിൽ എനിക്കൊരു സ്ഥലം ഒരുക്കുന്നവനാണ്.
അവിടെ പോയാൽ വെറുതെ വേല ചെയ്ത് കഴിയാനല്ല, അവന്റെ കൂടെ നമ്മളെ വരുത്തും. സ്വന്തം മകനും മകളുമായി നമ്മളെ ഇരുത്തി അവിടെ സ്വർഗരാജ്യം അനുഭവിക്കാനുള്ള കൃപ തരുന്നവനായ ദൈവത്തെ നമ്മൾ കളയണോ അതോ സ്വീകരിക്കണോ? ഇന്ന് നമ്മളത് സ്വീകരിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ മാന്യരായിത്തീരും. ദൈവത്തെ മാനിക്കുന്നവരെ അവന് മാനിക്കും. അല്ലെങ്കിലോ കഷ്ടതയും നഷ്ടവും വന്ന് അയ്യം വിളിക്കുന്നതല്ലാതെ ഒരു രക്ഷ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കാലങ്ങൾ നമ്മളെ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടും കേട്ടും എല്ലാം വളർന്നു വരുന്നവരാണ്. എന്നിട്ട് എന്ത് പ്രയോജനം? ഇന്ന് നമുക്ക് കിട്ടിയ ഈ അവസരം നഷ്ടപ്പെടുത്തി കളയാതെ അവന്റെ കൂടെ വാസം ചെയ്യണമെന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടി നമുക്ക് ഈ കൺവെൻഷന്റെ ഈ പ്രസാദം കൊണ്ട് തുടങ്ങാം. ഇത് നന്മയുടെ ദിവസമായി തീരട്ടെ. നമുക്ക് അവങ്കലേക്ക് അടുത്ത് വരട്ടെ. അവൻ നമ്മളെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് നടക്കുന്നവനാണ്, കൂടെ ഇരുത്തുന്നവനാണെന്ന് അവർ കൂടെ ഇരുത്തി നമുക്ക് വേണ്ടതെല്ലാം നന്മകളും നൽകുന്നവനായ ദൈവത്തെ മാനിച്ചും സേവിച്ചും ജീവിക്കുക. അല്ലാതെ നമ്മൾക്കൊന്നും ചെയ്യാനില്ല. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ആരാണ് തോമസ്? ദൈവത്തിന്റെ കൂടെ നടന്നവൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവര്, അനുഗ്രഹിക്കപ്പെട്ട ജനം. അവർ പോലും പറയുന്നത് നീ എവിടെ പോകുന്നു എന്ന് നീ ഞങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ എങ്ങനെ വഴിയറിയാം? ഇതേ രീതിയിൽ ദൈവമേ നീ മഹാനാണ്, നീ പരിശുദ്ധനാണെന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്യും. അവന്റെ വചനങ്ങൾക്ക് വില കൊടുക്കാതെ നമ്മുടെ ഇഷ്ടത്തിനോടി നടക്കുകയും ചെയ്യുന്ന ജനമേ, ഇന്ന് നമ്മൾ ഇതുപോലെ ആയിത്തീരരുത്. നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ, കർത്താവേ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നൊന്ന് പറഞ്ഞ് എങ്കിലും ജീവിക്കാനുള്ള കഴിവുണ്ടാക്കിയിരിക്കുക. അല്ലാതെ നമ്മൾ അവിടെയുണ്ട് ദൈവം, ഇവിടെയുണ്ട് ദൈവം, എല്ലായിടവും ദൈവമുണ്ട്. ദൈവത്തെ അന്വേഷിച്ചാൽ അവൻ നമ്മളോട് കൂടെയുണ്ട്. അവൻ നമ്മളോട് കൂടെ ഇരിക്കുന്നവനാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. ഇങ്ങനെയുള്ള ഒരു പ്രഭു നമുക്കുണ്ടായിട്ടും നമ്മളെങ്ങനെ നമ്മുടെ ജീവിതത്തിന് നന്മയില്ലാതെ അഴലി ഓടുന്നു? രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞ എത്രയോ എവിടെല്ലാ ഓടി നടന്ന് കൈകാലിട്ടടിക്കുന്നു. എങ്കിലും നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതേ എന്ന് പറഞ്ഞവനായ ദൈവം, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതേ എന്ന് പറഞ്ഞവനായ ദൈവമേ, നീനിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നീ ഞങ്ങളെ നേർവഴി കാട്ടി തരണമേ. ഞങ്ങളുടെ കുറവുകൾക്കനുസരിച്ച് ഞങ്ങളെ ശിക്ഷിക്കാതെ കർത്താവേ, നീ ഞങ്ങളെ നേർവഴി നടത്തണമേ. ഈ പോകുന്ന വഴിയെല്ലാം ഞങ്ങൾക്ക് അറിയാം, എങ്കിലും ഞങ്ങൾ കണ്ണടച്ച് ഇരുളിലേക്ക് പോകുന്ന കർത്താവേ ക്ഷമിക്കണമേ. നമുക്ക് അവനോട് അപേക്ഷിക്കാം. അപേക്ഷിക്കവനെ ഉപേക്ഷിക്കാത്തവനായി ദൈവം എന്ന് നമ്മളോട് കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നന്മ തരുവാൻ കഴിവുള്ളവനായി ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അവൻ അത്ഭുത മന്ത്രിയായി നമ്മുടെ കൂടെയുണ്ട്. അവൻ ആവശ്യങ്ങൾക്കും അടയാളങ്ങളും എല്ലാം തന്ന് നമ്മളെ നിർത്തിയവനാണ്. നമ്മൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് വിശ്വസിക്കും എന്നുള്ള കാലമായി പോയി. അവരെല്ലാം തന്നു. അവൻ അത്ഭുതങ്ങൾ നടത്തി. കണ്ണൂരുടനെ കാഴ്ച വായിച്ചു. 5 അപ്പം കൊണ്ട് 5000 പേരെ ഉയർത്തി ആഹാരം കൊണ്ട് തൃപ്തരാക്കി. ഇതെല്ലാം കണ്ടവരാണ്. എന്നാൽ നീ പോകുന്ന വഴി ഏതെന്ന് അറിയാത്ത ജനമേ, ഇന്നെങ്കിലും ദൈവസന്നിധിയിൽ താഴ്ന്നിട്ട് അവനോട് അപേക്ഷിക്കാം. എന്റെ ദൈവമേ, നീ എന്നെ കൈവിടരുതേ, നീ എന്നെ ഉപേക്ഷിക്കരുതേ. നമ്മൾ അവനോട് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായി ദൈവം എന്ന് നമ്മളോട് കൂടെയുണ്ട്. നമ്മളുടെ വാക്കുകൊണ്ട് നമ്മൾ തെറ്റിപ്പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. നമ്മളെല്ലാം മിടുക്കന്മാരാ, ആരും മണ്ടന്മാരില്ല. ഏറ്റവും ജനം കൂടുതലുള്ള ക്രൂസൈഡിൽ പോണം. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ ചിന്ത. എന്താണ് നടക്കുന്നത്? അവിടെയും ദൈവത്തെ വിളിക്കുന്നവരെ ദൈവം കാണും, ഇവിടെയും ദൈവത്തെ മാനിക്കുന്നവരോട് ദൈവം ഉണ്ടാകും. ആ ഒരു സംഗതി ഇന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിടുക. ചെറിയ കൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ടാണ്. പറഞ്ഞ ദൈവമാണ് നമുക്കുള്ള ദൈവം. ആ ദൈവത്തിന്റെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്. ചെറിയ കൂട്ടം മതി. നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കണം.
ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അല്ലാതെ പൈശാചിക ബന്ധനങ്ങളിൽ അകപ്പെട്ടിട്ട് നഷ്ടപ്പെട്ട് പരസ്പരം പഴി പറഞ്ഞും കുറ്റം പറഞ്ഞും ജീവിച്ച് നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തി കളയരുതേ. നമുക്ക് അറിഞ്ഞുകൊണ്ട് അവനോട് പറയാം, അവൻ നമ്മളെ കൈവിടുന്നവനല്ല, നമ്മളെ ഉപേക്ഷിക്കുന്നവനല്ല. തോമസ് അവനോട് നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, ഇനി എങ്ങനെ വഴിയും അറിയും? യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവത്തോട് കൂടെ ഇരുന്ന ശിഷ്യന്മാർ, ശിഷ്യന്മാരോടാണ് പറയുന്നത്, നീ എവിടെ പോകുന്നു ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾ വഴിയും ഞാൻ തന്നെ വഴിയും സത്യം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഞങ്ങൾ വഴിയും സത്യം ഒന്നും കാണുന്നില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾ പോകേണ്ടത് എന്നാ ചോദിക്കുന്നത്. അത് ആരുടെ കുഴപ്പമോ ദൈവത്തിന്റെ കുഴപ്പമാണെന്നോ? ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ എവിടേക്ക് പോകണമെന്നും എങ്ങനെ പോകണമെന്നും എവിടെ ദൈവരാജ്യം ഉണ്ടെന്നും എല്ലാം നമുക്കറിയാമായിരുന്നു. നമ്മളതെല്ലാം കണ്ടും കേട്ടും വളർന്നവരാണ്. എന്നിട്ടും അതെല്ലാം വിട്ടോടി നമ്മുടെ ഇഷ്ടത്തിന് നടന്ന് നമ്മളെ നശിപ്പിച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞു. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു അവനോട് പറഞ്ഞത്, തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. കൂടുതൽ ഉറച്ച വിശ്വാസം ആരാധനക്ക് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ആ ഒരു വിശ്വാസം തന്ന ദൈവത്തെ മാനിക്കുക. അല്ലെങ്കിൽ നമുക്ക് വഴി അറിയാൻ പറ്റാതായി പോകും. വഴി അറിയാതെ അവിടെ ഇവിടെ വിഴുന്ന് കിടന്നിട്ട് അയ്യം വിളിച്ച് കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? ആരാണ് ഇതിന്റെ ഉത്തരവാദി? നമ്മൾ തന്നെ നമ്മുടെ തെറ്റുകളെ വിട്ടുകളയാം. മുറുകെ പിടിച്ചോണ്ടിരുന്നിട്ട് അയ്യം വിളിച്ച് കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? അവൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ എന്നെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത ആള് ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരും. കൂടെ നടന്നവനാ, എല്ലാത്തിനും മുമ്പ് നിന്നതാ, എല്ലാം പറയുന്ന വാക്കുകളാണ്. ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. ഇല്ലാതെ അവൻ ഒന്നും നേർന്നു പോന്നില്ല. ഇത്രയെല്ലാം ചെയ്ത് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടും പിന്നെ പറയുന്ന പിതാവിനെ കാണണം. ഈ ദൈവത്തിന്റെ കൂടെ ഈ കഷ്ടത അനുഭവിച്ച് കൂടെ നിന്ന ദൈവത്തെ മാനിക്കാനല്ല അവിടെ. എന്നാൽ പറയുന്നത് എന്താണ്? ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസ്? ഫിലിപ്പോസിന് പകരം നമ്മുടെ ഓരോരുത്തരുടെ പേരും ചേർത്തിട്ട് ഇതുപോലെ പറയും, നീ എന്നെ അറിയുന്നില്ലേ? ഞാൻ നിന്നോട് കൂടെ ഇരുന്നില്ലേ? ഞാൻ നിന്റെ കൺവെൻഷൻ അവിടെ വന്നില്ലേ? നിന്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നില്ലേ? ഇതെല്ലാം കേട്ടും കണ്ടും പറഞ്ഞ് നമുക്ക് കർത്താവ് നമുക്ക് നന്മ ചെയ്യുന്നവനായി ദൈവത്തെ നമ്മൾ മാനിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നടന്ന് നമ്മുടെ മാന്യത കാണിക്കുകയാണ്. പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? ഇത്ര കാലം ദൈവം നമ്മളോട് കൂടെ നടന്ന് ഇതാണ് മകനെ വഴി,
അതിലേ പോകൂ. അത് നാശത്തിലേക്കുള്ള വഴിയാണ്, ഇത് നന്മയിലേക്കുള്ള വഴിയാണ്. നീ നന്മ ചെയ്താൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും, നന്മ ചെയ്ത് ദൈവസന്നിധിയിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞ ആ രക്ഷകനെയാണ് നമ്മൾ ഇന്ന്. നീ എവിടെ? നീ ആരെ കാണാൻ നിൽക്കുക? പിതാവിനെ കാണാനോ പുത്രനെ കാണാനോ ആരെ വേണേലും കണ്ടു. പക്ഷേ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പറയുവാണ്, തൽക്കാലം നീ എന്നെ കണ്ടോ, ഞാൻ പിതാവിലുള്ളവനാണ്, ഞാനും പിതാവ് ഒന്നാണ്. പിതാവിന്റെ വാക്കുകളും പ്രവൃത്തികളും ആരാധനകളും എല്ലാം ഞാൻ നടത്തുന്നത്. പിതാവിനെ മഹത്വപ്പെടുത്തുവാണ് ഞാൻ ചെയ്യുന്നത്. ഇത്രയൊക്കെ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലും മനസ്സിലായില്ലയോ? ചിലപ്പം ചോദിക്കാൻ JCFT നിങ്ങൾക്കിത് മനസ്സിലായില്ലയോ എന്ന് ചോദിക്കാൻ ഇടവരുത്തരുത്. നാളെ ദൈവം നമ്മളോട് കൂടെ ഇരുന്നു. ഏതെല്ലാം വിഷമങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടായി, അതിൽ നിന്നെല്ലാം പരിഹരിച്ച് നമ്മളെ കാത്ത് അവന്റെ സന്നിധിയിലേക്ക് അടുപ്പിച്ച ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ നമ്മൾ മാനിക്കണോ മാനിക്കണ്ടായോ? അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാൽ മതി. ഞങ്ങൾക്ക് കാണിച്ചു തരണം, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അവർ പറഞ്ഞു, എങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലയോ? നിനക്ക് വിശ്വാസമില്ലെന്നാ പറഞ്ഞത്. നീ വിശ്വസിക്കുന്നില്ലയോ? നീ വിശ്വസിക്ക്, എങ്കിലേ നിനക്ക് രക്ഷ കാണുകയുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല, സംസാരിക്കുന്നത് പിതാവിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവിനിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. ഇതൊന്നും കണ്ടിട്ട് നമുക്ക് മനസ്സിലാകാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നടക്കരുതേ. ഇനിയെങ്കിലും അവനെ സേവിച്ചും മാനിച്ചും നടക്കുക. നമ്മുടെ ജീവന അഭിവൃദ്ധി ഉണ്ടാകണോ? ഇത് മാത്രമുള്ളൂ നമുക്ക് ആധാരം. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുക, അല്ലെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെങ്കിലും കണ്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ദൈവം നമ്മളെ രക്ഷിക്കുന്നത്. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാനോ ഇതൊന്നും ഒന്ന് ഗ്രഹിപ്പാനോ നമുക്ക് ഇഷ്ടമില്ലാതെ സ്വയം ബുദ്ധിക്കനുസരിച്ച് നടന്ന് താഴ്ന്നു പോകുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഹല്ലേലൂയ. പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും ചെയ്യും. ദൈവത്തിന് ചെയ്യാൻ എന്തെങ്കിലും നമ്മുടെ വാക്ക് വേണോ? നമ്മുടെ ആവശ്യം വേണോ? ഒന്നും ആവശ്യമില്ല. അവൻ ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്ത് നമ്മളെ കാത്തിവിടം വരെയും കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനെ ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ കാത്തുകൊള്ളണം. അവന്റെ കൽപ്പനയാണ്. ഞാനല്ലാതെ ഒരു അന്യ ദൈവം നിനക്കുണ്ടാകരുത്. നമ്മുടെ ദൈവമല്ല, നമുക്ക് വേറൊരു ദൈവമില്ല. അവനാണ് നമ്മളെ വഴി നടത്തുന്നവൻ, അവനാണ് നമ്മളെ കാക്കുന്നവൻ. നമ്മളോട് കൂടെ ഇരുന്ന് ആവശ്യമായ കൃപകളാൽ നിറയ്ക്കുന്നവനാണ്. യേശുവേ എന്നുള്ള വിളിയോടുകൂടി നമുക്ക് അവന്റെ നാമത്തിലേക്ക്, എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. അങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കാനാ പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പിതാവ് ചെയ്തു തരും. ഞാനൊന്ന് പറയുന്നത് നിങ്ങളൊന്ന് അനുസരിക്ക്. സ്നേഹം നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ആ ദൈവമാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്നിലൊന്ന് വിശ്വസിച്ചാൽ ദൈവം നമുക്ക് നന്മ ചെയ്യും. അവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ആരെയും കാണുവാനോ ആരുടെയും മഹിമ കാണുവാനോ അല്ല. ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹമായ ഒരു ജീവിതം തരാമെന്ന് പറഞ്ഞിട്ടുള്ളവനായി ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ആ ദൈവത്തോട് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക, നമ്മുടെ ജീവനെ പുതുക്കുക.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിന്നോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. കൂടെ ഇരിക്കാൻ ഒരാളെ കൂടെ, ഒരു ആത്മാവിനെ കൂടെ വിറ്റിട്ടാണ് അവൻ പോകുന്നത് എടുത്തു പറയുന്നുണ്ട്. കർത്താവിന്റെ കുരിശ് മരണത്തെ പറ്റിയൊക്കെ ഇതിന്റെ ബേസിലാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് അവൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. നന്മകളാൽ നമ്മളെ നിറച്ചു, വിശ്വാസത്താൽ തികച്ചു. പക്ഷേ നമ്മളോ അതിൽ നിന്നെല്ലാം തെറ്റിപ്പോയി. വീണ്ടും വീണ്ടും അവൻ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഞാൻ പോയാൽ വേറൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു തരും. അങ്ങനെ വരെ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങളെ ഞാൻ ഒറ്റപ്പെടുത്തുകയില്ല, വിട്ടേൽക്കില്ല, കൈവിട്ടു പോകുകയില്ല എന്ന് പറഞ്ഞവനായി ദൈവത്തിന് മാനം കൊടുത്തില്ലെങ്കിൽ ഇനി നമ്മൾ എവിടെ പോകുന്നത്? ആരെ കാണാനേ പോകുന്നത്? ഈ പറയുന്ന ദൈവത്തെ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രയോജനം? നമ്മളെ ആരാണ് ഇതിൽ നിന്നെല്ലാം രക്ഷിക്കുന്നത്? അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് എന്റെ ദൈവമേ എന്നുള്ള ചിന്തയോട് കൂടി നിൽക്കാം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. നമുക്ക് കാണണമെങ്കിൽ അവൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾക്ക് എങ്ങനെ അവനെ കാണാൻ പറ്റും? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞവനായി ദൈവം പറയുന്നതാണ്. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങൾ എന്നെ കാണും. നിങ്ങളെ കൈവിട്ടിട്ട് പോകുന്നവനല്ല. ആ സമയങ്ങളിലെല്ലാം ദൈവത്തിന്റെ ഒരു കൂട്ടം നമുക്ക് രക്ഷയ്ക്കായിട്ട് വിടുന്നുണ്ട്. ഒരാത്മാവിനെ വിട്ടിട്ടുണ്ട്. കരുതിയിട്ടാണ് അവൻ പോകുന്നത്. അത്രേ കരുണ ചെയ്യുന്നവനായ ദൈവത്തെ നമ്മൾ മാനിച്ച് സേവിച്ചു, അവനോട് ചേർന്ന് നമ്മൾ എത്ര സുവിശേഷം നടത്തിയാൽ എന്ത് പ്രയോജനം? എത്ര കൺവെൻഷൻ നടത്തിയാൽ എന്ത് പ്രയോജനം? ആത്മാവിൽ ബലപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? അങ്ങനെയൊക്കെ നമ്മളെ രക്ഷപ്പെടുക എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതനുസരിച്ച് ചെയ്യുക, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. ഹല്ലേലൂയ. ആമേൻ. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ജീസസ് പവർ. ഹല്ലേലൂയ. വാക്ക് തന്നവൻ മാറാത്തവൻ, വാഗ്ദാനത്തിൽ കൂടെയുള്ളവൻ. വാക്ക് തന്നവൻ മാറാത്തവൻ, വാഗ്ദാനത്തിൽ കൂടെയുള്ളവൻ. അവനാത്രീ എന്നെ സുമരൻ, ഏതു നേരത്തും കൂടെയുള്ളവൻ. അവനാത്രീ എന്നെ സുമരൻ, ഏതു നേരത്തും കൂടെയുള്ളവൻ. വാക്ക് തന്നവൻ മാറാത്തവൻ, വാഗ്ദാനത്തിൽ കൂടെയുള്ളവൻ. ആമേൻ. വാക്ക് തന്നവൻ മാറാത്തവൻ, വാഗ്ദാനത്തിൽ കൂടെയുള്ളവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 15. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ആമേൻ. ഹല്ലേലൂയ. 25. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും. സകല ഉപദേശിച്ചു തരുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന്റെ മുൻപിൽ നമ്മൾ തോറ്റു പോകരുത്. ദൈവം കരുണയുള്ളവനാണ്. അവൻ കരുണ തോന്നി ചെയ്തു. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ പരിശുദ്ധാത്മാവാണ്. സത്യത്തിന് മാത്രം വില കൊടുക്കുന്നവനാണ്. നമ്മളവിടെ തോറ്റു പോകരുതേ എന്നാണ് പറയുന്നത്.
അവനെല്ലാം പറഞ്ഞു തരും. കാര്യം ശരിയാ, പക്ഷേ സത്യത്തിന് വിരോധമായി ഒന്നും ചെയ്യാത്തതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ തീരുമാനിക്കുക, നമ്മൾ സത്യമേ ചെയ്യുകയുള്ളൂ, സത്യത്തിന്റെ കൂടെ നിൽക്കുകയുള്ളൂ. ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ മറന്നു പോവാൻ ഇടയാകരുത്. ദൈവം തന്ന നന്മകൾക്ക് ഒരിക്കലും മറക്കരുതേ. നമുക്ക് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കാം, ഞങ്ങളെ കൈവിടരുത് ദൈവമേ എന്ന് പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ ഇത് സംഭവിക്കും മുൻപേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. വരുന്ന കാര്യങ്ങളെ പറ്റി തീർത്തു പറയുവാൻ കഴിവുള്ളവനായ ദൈവമാണ്. ഞാൻ പോകുന്നു, ഞാൻ പരിശുദ്ധാത്മാവുന്ന കാര്യത്തിനെ വിടും. അത് അവൻ നിങ്ങൾക്ക് മാന്യതയെല്ലാം പറഞ്ഞു തരും, നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. അത് കഴിഞ്ഞാലും ഞാൻ വരും. അവിടെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം നഷ്ടപ്പെടുത്തി കളയരുത്, യേശുവിലുള്ള വിശ്വാസം കുറഞ്ഞു പോകരുതേ എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും 31 എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ. എഴുന്നേൽപ്പീൻ, നാം പോകാം. പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യും, അല്ലാതെ എനിക്ക് തോന്നിയല്ല ഞാൻ ചെയ്യുന്നത്. ഞാനൊന്നും ചെയ്യാൻ പോകുന്ന നന്മയുടെയാണ്. ദൈവം തന്ന വാക്കുകൾക്കും ദൈവം തന്ന നിയമത്തിനും അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങോട്ട് വെച്ച് എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ. എഴുന്നേൽപ്പീൻ, നാം പോകാം. എവിടേക്ക് പോകാം? ഈ തെറ്റിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും നമുക്ക് എഴുന്നേറ്റ് പോകാം. സ്വാതന്ത്ര്യത്തിലേക്ക്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതേ എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ പോകാം. അവൻ നമ്മളെ അവിടെ സ്വർഗത്തിൽ വിളിച്ച് വേലക്കാരനായി നിർത്താനല്ല, നമ്മുടെ ഇവിടുത്തെ പരീക്ഷ യോഗ്യത അനുസരിച്ചിരുത്താനല്ല, അവന്റെ കൂടെ ഇരുത്തുന്നവനായി ദൈവത്തെയാണ് നമ്മൾ ഇന്ന് മാനിക്കുന്നത്. ആ ദൈവത്തെ നമ്മൾ മാനിച്ച് സേവിച്ച് നിന്ന നിത്യമായ സന്തോഷം നമുക്ക് ലഭിക്കും. അതത്രേ നമ്മുടെ ജീവിതത്തിന് ആവശ്യം. God bless you.